എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിയ കമ്പും കോലും പിടിച്ചുള്ള കുഞ്ഞപ്പൻ്റെ ഒരു ഡാൻസ് അത് നിർബന്ധമാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ കാറ് കഴുകാൻ പോവുകയാണേ. പുതിയ വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ എവിടെ പോർച്ചൊന്നും ഇല്ലാത്തതുകൊണ്ടേ കാറ്റും മഴയൊക്കെ കൊണ്ട് മഴയത്ത് കിടന്ന് കാർ അലമ്പായി. അങ്ങനെ ഒരു കാർ വാഷിംഗ് സെൻറ്ററിൽ പോയി കാറ് കഴുകി. അപ്പോഴേക്കും ഞങ്ങൾ അവിടെ റെസ്റ്റ് എടുത്ത് ഉറങ്ങിപ്പോയേ. അതൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ചെന്നതാണ് കേട്ടോ. എന്തൊക്കെ കഴിക്കാമെന്ന് പ്ലാൻ ചെയ്താലും അവസാനം വന്ന് മന്തിയിൽ നിൽക്കുള്ളൂ. ലെഗ് പീസ് ഞാനും കുഞ്ഞപ്പനും കൂടി എടുത്തു, ചെസ്റ്റ് പീസ് ചേട്ടനും കൊടുത്തു. അതാണ് ഒരു കീഴ്വഴക്കം. അപ്പോൾ അതേ ഒരു മാസമായി നമ്മൾ പുതിയ വീട്ടിലേക്ക് വന്നിട്ട് കുറേ സാധനങ്ങളൊക്കെ തീർന്നു. അപ്പോൾ അടുക്കളയിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. വീട്ടിൽ എത്തിയപ്പോൾ അപ്പൂസ് കുഞ്ഞപ്പൻ്റെ കൂടെ കളിക്കാൻ വന്ന് നിൽപ്പുണ്ട്. രണ്ടുപേരും കൂടി കളിക്കാൻ പോയി. അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനമൊക്കെ പൊട്ടിച്ച് അതാത് പാത്രത്തിലേക്ക് ഇട്ട് വെക്കുകയാണ് കേട്ടോ. തേയില, പഞ്ചസാര, പിന്നെ ഇത്തിരി ബിരിയാണി അരിയൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഈ പുതിയ വീട്ടിൽ വന്നിട്ട് ഇതുവരെയും ബിരിയാണി വെച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ചേട്ടൻ ഭയങ്കര ഇതാണ്. അപ്പോൾ ഞാൻ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് പോയാൽ എന്താ കഴിക്കാൻ ഇഷ്ടമുള്ളൂ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും മന്തിയാണോ ബിരിയാണിയാണോ എന്താ ഇഷ്ടമെന്ന് നോക്കാമല്ലോ. അങ്ങനത്തെ കുടംപുളിയുണ്ട്, പയറുണ്ട്, പഞ്ചസാര, അടുക്കളയിലേക്ക് വേണ്ട അത്യാവശ്യം സാധനമൊക്കെ വാങ്ങിച്ചു. ഇതിനിടെ ഞാൻ പല പ്രാവശ്യം വേറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ തീർന്നിട്ട്. അങ്ങനെ ചായം വെച്ചു. ഞാനും അപ്പൂസും കുഞ്ഞപ്പനും ചേട്ടനും കൂടി ഇരുന്ന് ചായം കുടിച്ചു. അപ്പോൾ അത്രയുള്ളൂ. ബൈ, സീ യു.